വെഞ്ഞാറമൂട് കൂട്ടക്കൊല പ്രതി അഫാൻ മാനസിക പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ഡോക്ടർമാരുടെ അനുമതി ലഭിച്ചാൽ മെഡിക്കൽ കോളേജിൽ വച്ചുതന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം. മജിസ്ട്രേറ്റിനെ ആശുപത്രിയിലെത്തിച്ച് റിമാൻഡ് ചെയ്ത് ആശുപത്രിയിൽ തുടരും. വേണ്ടി വന്നാൽ 24 മണിക്കൂർ കസ്റ്റഡിയിൽ വച്ച് വിവരങ്ങൾ ശേഖരിക്കുമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം പ്രാഥമിക പരിശോധനയിൽ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ശാരീരിക നില വിലയിരുത്താൻ പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നു. രക്തപരിശോധന ഫലങ്ങളിൽ പ്രശ്നങ്ങൾ ഒന്നും കണ്ടെത്താനായില്ലെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. കൂട്ടക്കൊലയിലെ പ്രധാന കാരണം കടബാധ്യതയെന്നാണ് പ്രതിയുടെ മൊഴി. കുടുംബത്തിന് കടം ലഭിയവരുടെ വിവരം തേടുമെന്നും പോലീസ് വ്യക്തമാക്കി. ആകെ എത്ര രൂപ കടമുണ്ടെന്ന് കണ്ടെത്താനാണ് ശ്രമം. വല്യുമ്മ സൽമാ ബീവിയെ കൊന്ന ശേഷം ഒരു മാല അഫാൻ കൈക്കാലാക്കിയിട്ടുണ്ട്. അപ്പണയം വച്ച് കിട്ടിയ 74,000 രൂപയിൽ 40,000 രൂപ അഫാൻ കടക്കാർക്ക് നൽകിയിട്ടുണ്ട്. ബാക്കി പണം ഉപയോഗിച്ചു ഭക്ഷണം വാങ്ങുകയും മദ്യപിക്കുകയുമാണ് ചെയ്തെന്നും പോലീസ് വ്യക്തമാക്കി. അനുജൻ അഫ്സാനെ കൊലപ്പെടുത്തിയ ശേഷം കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പണം മൃതദേഹത്തിനു സമീപം വിതറിയെന്നും പ്രതി മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു. കടബാധ്യതയെക്കുറിച്ച് സുഹൃത്ത് ഫർസാനയ്ക്ക് അറിയാമായിരുന്നു എന്നാണ് പ്രതിയുടെ മൊഴി. അതിനാലാണ് ഫർസാനയുടെ മാല പണയം വയ്ക്കാൻ നൽകിയത്. വീട്ടിൽ അറിയാതിരിക്കാൻ ഡ്യൂപ്ലിക്കേറ്റ് മാല ഫർസാനയ്ക്ക് വാങ്ങി നൽകിയെന്നും അഫാൻ മൊഴി നൽകി. കടബാധ്യതയെക്കുറിച്ച് ഫർസാന അമ്മയോട് പറഞ്ഞിരുന്നു. അഫാനുമായി പ്രണയത്തിലാണെന്ന കാര്യം ഫർസാനയുടെ അച്ഛൻ മാത്രമാണ് അറിയാത്തത്. ജോലി ലഭിച്ച ശേഷം വിവാഹത്തെക്കുറിച്ച് അച്ഛനോട് സംസാരിക്കാം എന്നാണ് പ്രതി പറഞ്ഞതെന്നും പോലീസ് അറിയിച്ചു.